ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് നിൽക്കുന്നത് നമ്മുടെ ചിറ്റടിയത്ത് മന അനന്തഭദ്രം സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ആ മനയിലേക്ക് പോകുന്ന വഴിയിലാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അജുവേട്ടനുണ്ട്, അജൂസ് വേൾഡ്, അജുവേട്ടൻ, സരിതേച്ചി, പിന്നെ നമ്മുടെ JP ഏട്ടനുണ്ട്. JP ഏട്ടനെ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി നമ്മുടെ അജൂസ് വേൾഡിനെ ചിറ്റടിയത്ത് മന കാണിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ സരിതേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴയ മനകൾ അല്ലേ? അതെ, അതാണ്. അപ്പോൾ അജുവേട്ടനും സരിതേച്ചിയും JP ഏട്ടനും ഒക്കെ കൂടി നമ്മൾ എല്ലാവരും കൂടി ചിറ്റടിയത്ത് മന കാണാൻ പോവാണ്. ഓൾറെഡി നമ്മുടെ വ്ളോഗിൽ നമ്മൾ അനന്തഭദ്രം സിനിമ ലൊക്കേഷൻ ഫുൾ ചെയ്തതാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടാം, അതൊന്ന് എടുത്ത് കാണുക. ഇത് ജസ്റ്റ് ഒരു ഞാൻ അജുവേട്ടൻ്റെ കൂടെ ജസ്റ്റ് പോകുന്നു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ കൂടെയുള്ള കാഴ്ചകളും കൂടി എടുത്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഒന്നും കൂടി നമ്മൾ മഴക്കാലത്താണ് ആ വ്ളോഗ് ചെയ്തത്. അപ്പോൾ ഇത് കുറച്ച് വേനൽക്കാലത്തോടെ എടുക്കുമ്പോൾ നമ്മൾ പോയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ആ സ്ഥലങ്ങളും ഇതൊക്കെ ഒരു ഭീകരാന്തരീക്ഷം നിറഞ്ഞ ആ വഴിയും ഒക്കെ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം അല്ലേ? പോവല്ലേ, നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മളങ്ങനെ അജുവേട്ടനും എല്ലാവരുമായിട്ട് നമ്മൾ ആ അനന്തഭദ്രം സിനിമയിൽ നമ്മുടെ അനന്തൻ മാടമ്പി തറവാട്ടിലേക്കുള്ള വഴി ചോദിച്ച് വരുന്ന ആ വഴി, അത് ഒരു പ്രത്യേക ഫീലാണ് ഇതിൽ കൂടെ വരുമ്പോൾ. എത്ര വന്നാലും മതി വരില്ല. ഞാൻ അതുകൊണ്ടാണ് അജുവേട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് കേട്ടോ. എന്താ വെച്ചാൽ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഇഷ്ടമെന്ന് പറയുമ്പോൾ ഇതിൽ കൂടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭീകരത നമുക്ക് മനസ്സിലാവും. ആ പടം എന്തുകൊണ്ടാണ് ഇവിടെ ഷൂട്ട് ചെയ്തതെന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാവണമെങ്കിൽ വഴികളിലൂടെയൊക്കെ വന്നാൽ മതി. അതാ നമ്മുടെ മാടമ്പി തറവാട്ടിലേക്ക് അനന്തൻ വഴി ചോദിച്ച ആ മതിൽ, അതിലൂടെയാണ് നമ്മൾ നടക്കുന്നത് കേട്ടോ. അതെ അതെ, മാടമ്പിയിലേക്കുള്ള വഴി അതാ ചോദിക്കുമ്പോൾ ശിവക്കാവ് കടന്ന് പോകണം. അതിലൂടെ ഈ സമയത്ത് ആരെങ്കിലും പോവോ? അതൊക്കെ ഇവിടെ വന്നിട്ടാണ് ഷൂട്ട് ചെയ്തതാണ്. നമ്മൾ മുമ്പ് ഈ ലൊക്കേഷൻ വീഡിയോ ചെയ്തപ്പോഴും ഇതെല്ലാം ചെയ്തതാണ്. പക്ഷേ എങ്കിലും നമുക്കൊരു എന്താ പറയുക, ഫീല്, നൊസ്റ്റാൾജിക് ഫീൽ ഇതിൽ കൂടെ ഒക്കെ വരുമ്പോൾ ആ വഴിയിലൂടെ വന്നാണ്. അപ്പോൾ നമ്മൾ ഈ വഴിയിലൂടെ നമുക്ക് അങ്ങോട്ട് മനയിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ പഴയ നാട്ടുവഴികളിലൂടെ നടന്ന് നമ്മൾ ചിറ്റടിയത്ത് മനയിലേക്ക് പോവുകയാണേ. ഇതിലൂടെ നടന്ന് കുറച്ച് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ചിറ്റടിയത്ത് മനയിലെത്തും. അവിടെ തന്നെയാണ് നമ്മൾ ഭൂതക്കണ്ണാടിയും എന്ന് പറയുന്ന സിനിമയിൽ കുറേ വഴികളുടെ സീൻസും ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതെല്ലാം നമ്മൾ അജുവേട്ടനൊന്ന് കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ പോവുകയാണ്. നടക്കാം അല്ലേ? അല്ല, ഇത് പനിയില്ല, ഇത് മറ്റേ പനന്നങ്ങണ്ട അവിടെ പന. ഇത് പനന്നങ്ങണ്ട അവിടെ പനയാണ്. അതായത് ഇവിടങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമുക്ക് കണ്ടാലും തീരില്ല. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമുക്ക് സ്ക്രീനിലൂടെ കാണിക്കാൻ പറ്റുമെന്ന് പറഞ്ഞതിനേക്കാളും കൂടുതൽ നമുക്ക് ഇവിടെ വന്ന് കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഫീല് അല്ലേ? അതുകൊണ്ടാണ് എനിക്ക് എപ്പോൾ വരുമ്പോഴും ഭയങ്കര ഫീൽ ആച്ചോട്ടെ. അതിൽ കൂടെ ഒക്കെ വരുമ്പോൾ നടക്കുമ്പോൾ നമുക്ക് ആ ഒരു പഴമയുടെ ഒരു ഫീലുണ്ടല്ലോ. അത് സിനിമ ലൊക്കേഷനിൽ ഇപ്പോൾ ഞാൻ വ്ളോഗ് എടുത്ത് കഴിഞ്ഞാലും വരാറുണ്ട് പല സ്ഥലങ്ങളിലും. എന്താ വെച്ചാൽ ആ ഫീൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരു നൊസ്റ്റാൾജി, ഈ പഴയ സംഭവങ്ങളൊക്കെ കൂടുതലും ഈ സൈഡിലേക്ക്, ഷൊർണൂരും പിന്നെ പാലക്കാടൻ സൈഡ് ആ ഭാഗത്തേക്കും കുറേ ഉണ്ട് ഡെവലപ്മെൻറ്റ്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, പാലക്കാട് ഇപ്പോഴും ഇങ്ങനത്തെ സിനിമ ലൊക്കേഷൻസ് കൂടി വരുന്നത് ഈ ഒരു പഴമ കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ടാണ്. മനസ്സിലായി? അതൊരു വലിയൊരു ഫാക്ടറാണ് സംഭവം. ഇപ്പോൾ നമ്മൾ ചിറ്റടിയത്ത് മനയിലേക്ക് ചിറ്റടിയത്ത് മനയിൽ കയറാൻ പോണ്. അപ്പോഴുള്ള കിണറാണ് കണ്ടോ, വലിയ കിണർ. ഇത് വലിയൊരു കിണറാണ് സംഭവം. നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഒരു ഭീകരാന്തരീക്ഷം പോലെ ആയിരുന്നു ആ ഒരു മഴക്കാലത്ത്. ശരിക്കും മഴക്കാലത്ത് വന്ന അതിനേക്കാളും ഭീകരാന്തരീക്ഷമാണ് ഇവിടെ. കാരണം ചെടികളും കാടും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു ഫീലാണ്. അപ്പോൾ ഇതാ മനയിലേക്ക് കയറുന്ന വഴിയാണ് കേട്ടോ അങ്ങോട്ട്. അപ്പോൾ വഴിക്ക് കയറാം നമുക്ക്. അപ്പോൾ ഇന്നും നമ്മുടെ ഒപ്പം JP ഏട്ടനുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ചിറ്റടിയത്ത് മനയുടെ ആ അനന്തൻ രാത്രി കാട്ടിലൂടെ വന്ന ആ വയസ്സായ ആളെ കാണുന്ന ആ ഒരു കാട്ടിലൂടെ നമ്മൾ നടക്കുന്നത്. അപ്പോൾ അതെ, ഞങ്ങളെല്ലാവരും കൂടി നടക്കുകയാണ്. നടക്കുമ്പോൾ തന്നെ ഇവിടുത്തെ പ്രത്യേകതകൾ ഞാൻ അന്നും ആ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ എത്ര വർഷം കഴിഞ്ഞാലും
ഒരു മരം വെട്ടില്ല. ഇവിടുത്തെ തിരുമേനി അങ്ങനെയാണ്. ഒരു മരം ചോദിച്ചാൽ ആരും കൊടുക്കില്ല. എല്ലാം അതേപടി സംരക്ഷിച്ച് വെക്കും. ഒന്നും വെട്ടില്ലേ? അതേപോലെ സംരക്ഷിക്കും. പിന്നെ എന്തെങ്കിലും കേട് പറ്റിയാൽ മാത്രമേ അത് കളയുള്ളൂ. വീണ് പോകണം. ഒരു മരമാണെങ്കിൽ തന്നെ ഉണങ്ങി അല്ലെങ്കിൽ തന്നെ വീണ് പോകണം. അല്ലാതെ അത് വെട്ടിക്കളയുക അങ്ങനെ ഒരു ഇതേ ഇല്ല. അപ്പോൾ അതൊരു വലിയൊരു കാര്യമാണ്. ഇവിടെ വരുമ്പോൾ തന്നെ അറിയാം ഓരോ മരങ്ങൾക്ക് ഉള്ള പഴക്കം. പിന്നെ ഇതേ നമ്മൾ അന്ന് കാണിച്ചതാണ് ഈ കുളം. ഇവിടെ ബാക്ക് സൈഡ്, ഇത് ആക്ച്വലി മനയുടെ ഫ്രണ്ടല്ല, ബാക്ക് സൈഡ് അല്ല. ഇത് ബാക്ക് സൈഡിലൂടെയാണ് ഞങ്ങൾ കയറിയത്. ഇതിപ്പോൾ വേനൽക്കാലത്ത് വേനൽക്കാലത്ത് വെള്ളമില്ല. ഇല്ലെങ്കിൽ മഴക്കാലത്താണെങ്കിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും കേട്ടോ വെള്ളം. പഴയ ഒരു കല്ല് പടുത്ത് കെട്ടിയ വെട്ടുകല്ലുകൊണ്ട് പടുത്ത് കെട്ടിയ വെട്ടുകല്ലല്ലേ ഇത്? അവിടെ മണ്ണ് വെട്ടി ഇറക്കിയതാണ്. അവിടെ കല്ലല്ല, അത് കടവെല്ലാം വെട്ടുകല്ലുകൊണ്ടുണ്ടാക്കി കല്ലാണത്. ഓക്കെ, അതാണ് ആയിരുന്നു. ഇത് വെട്ടി ഉണ്ടാക്കിയതാണ് സംഭവം. അപ്പോൾ അതേത് കണ്ടോ പഴയ ഒരു കുളം. എത്ര ഇതായിട്ട് എനിക്കന്ന് കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ എനിക്കത് ഇത് നിറഞ്ഞു കിടക്കുമായിരുന്നു. അങ്ങനെ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് സംഭവം എന്താണ് കേട്ടോ. അപ്പോൾ ദിഗംബരൻ്റെ ശിവക്കാവുണ്ട്, അത് ഇതല്ല, അത് വേറെ നമ്മുടെ മനയുടെ ഫ്രണ്ടിൽ തന്നെ ഒരു കുളമുണ്ട്, അതാണ്. അപ്പോൾ ഇങ്ങോട്ട് നമുക്ക് ഇനി മനയുടെ ഫ്രണ്ടിലോട്ട് നടക്കാം അല്ലേ. അപ്പോൾ അതേ നമ്മൾ പഴയ മരങ്ങൾ, ഒരുപാട് മരങ്ങളും, പിന്നെ ഇവിടെ ഇതൊരു കാവ് ഇവിടെ ഉണ്ട് കണ്ടോ. ഇവിടെ ഒരു കാവുണ്ട്. പിന്നെ ആ അനന്തൻ ആടിനെ, ഒരു കവറിലെ ആടിനെ ഇതാക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. രാത്രി മാടമ്പിത്തറവാട് അന്വേഷിച്ച് വരുമ്പോൾ ആടിനെ ഇതാക്കുന്ന സീനും ഒക്കെ അത് അവിടെ ഷൂട്ട് ചെയ്തതാ. വലിയൊരു മരം, മാവാണിത്. എത്ര ഹൈറ്റാണ് അറിയോ. ഇതാണ് ഇവിടെ പറയുന്നത് പഴയ മരങ്ങൾ പോലും വെട്ടില്ല എന്നുള്ളത്. എന്താ ചേട്ടാ പറഞ്ഞത്? അതാ ഇതൊക്കെ മാവുകളാണ് കണ്ടോ. അയ്യോ, എനിക്ക് ഒരു രക്ഷയില്ല. ഇതാ എന്ത് ഹൈറ്റ് അറിയോ അല്ലേ. ഇവിടെ അതാ അയ്യോ, അറ്റത്തൊരു വലിയൊരു മാവുണ്ട് കേട്ടോ. പിന്നെ അവിടെ ഒരു വലിയൊരു തൊഴുത്തുണ്ട് അവിടെ. അത് ഏട്ടൻ പറഞ്ഞത് പ്രകാരം അതൊരു 30 വർഷമെങ്കിലും മുമ്പാണ് ഇവിടെ പൈക്കളെ വളർത്തിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും ആ തൊഴുത്ത് പൊളിച്ചിട്ടില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത കേട്ടോ. എന്താ വെച്ചാൽ ആ പഴയത് ഒന്നും അതേപടി കാത്തു സൂക്ഷിക്കും. വല്ലാത്തൊരു ഫീലാണ്. അപ്പോൾ നമ്മളിത് അങ്ങനെ ചിറ്റടിയത്ത് മനയുടെ ഫ്രണ്ടിലെത്തിയിട്ട് അതാ മുന്നിലെത്തി. ഇതാണ് ചിറ്റടിയത്ത് മന, അതേ ഈ കാണുന്നത്. ഇതതിൻ്റെ പത്തായ പെര, മനയുടെ പത്തായ പെരയാണ് ഇതാ ഈ കാണുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ദിഗംബരൻ്റെ ശിവക്കാവ്. നമ്മുടെ അനന്തനെ കൊണ്ടുവന്ന് കിടത്തുന്നത് എവിടെയാണ്, അതൊക്കെ നമ്മൾ കാണിച്ചു തന്നിട്ട് മുന്നത്തെ വ്ളോഗിൽ. അനന്തനെ കൊണ്ടുവന്ന് കിടത്തി പിന്നെ ഒരു ബോധമില്ലാണ്ട് വന്ന് കിടത്തുമ്പോഴൊക്കെ എണീപ്പിക്കുന്നതൊക്കെ അവിടെയാണ്. അപ്പോൾ ദേ ചിറ്റടിയത്ത് മനയുടെ ഫ്രണ്ട് പോർഷൻ ഇതുണ്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് സന്തോഷ് ശിവൻ സാർ ആ സിനിമ ഇത് തിരഞ്ഞെടുക്കാൻ കാരണം, ആ സിനിമ വന്നതിന് ശേഷമാണ് ഈ ചിറ്റടിയത്ത് മന പ്രശസ്തമായത്. അപ്പോൾ എന്തായാലും ചിറ്റടിയത്ത് മനി കാഴ്ചകളുമൊക്കെ ഇതാണ്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇതാണ് കണ്ടോ. ഇതാ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലാണ് നമ്മുടെ ശിവക്കാവ്, നമ്മുടെ ദിഗംബരൻ്റെ ശിവക്കാവ്. എങ്ങനെയുണ്ട് ശിവക്കാവ്? ഗംഭീരം. നമ്മുടെ അജുവേട്ടൻ്റെ ശിവക്കാവ് കാണണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാ കേട്ടോ. കണ്ടേ പറ്റൂതാ സംഭവം. ഇപ്പതാ വെള്ളം താഴ്ന്നു നിൽക്കുകയാണ്, വറ്റി അല്ലേ ജപ്പേട്ടാ? വെള്ളം വറ്റി. അന്ന് ഒരുപാട് വെള്ളം വറ്റി. അടുത്ത മാസമൊക്കെ ശരിക്കും പണ്ട് ആ ശിവക്കാവ് ഉണ്ടായിരുന്ന അതേ ഇത് കിട്ടും. അതാണ് ഫീലിംഗ് കിട്ടും. കുറച്ചും കൂടി വെള്ളം പറ്റും അല്ലേ, കുറച്ചും കൂടി വെള്ളം പറ്റും. ഞാൻ അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം കേട്ടോ കാഴ്ച. നല്ല വെള്ളം പറ്റിയിട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ അന്ന് പറഞ്ഞ പോലെ അന്ന് നമ്മൾ വന്നപ്പോൾ ഭയങ്കര വെള്ളം കൂടി ഇത്രയ്ക്ക് ഏകദേശം ഇവിടം വരെ വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കിതേ ഇങ്ങോട്ട് ഇറങ്ങി ഇതുവരെ പോവാം. ഇതാ ഇത് കണ്ടോ. അപ്പോൾ ഇവിടെ അന്ന് സെറ്റ് ഇട്ടുണ്ടായിരുന്നതാണ് കണ്ടോ. ഇങ്ങനെ പലകിയിട്ടിട്ട് ഫുൾ സെറ്റായിരുന്നു. വിളക്കുകളൊക്കെ വെച്ച് നമ്മുടെ അനന്തനെ ഫുൾ ആ സീൻസിൽ ഇതെല്ലാം അത് ആൻഡോ ജോസഫ് ചേട്ടൻ മരിച്ചു കിടക്കുന്നതൊക്കെ അവിടെയാണ്. പിന്നെ നമ്മുടെ അനന്തനെ തലയിലേക്ക് ദിഗംബരൻ ഇതാക്കിയിട്ട് മയക്കി കിടത്തുന്നതും എന്നിട്ട് പരകായ പ്രവേശം അതെല്ലാം ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അതായത് അനന്തൻ്റെ ദേഹത്തിലേക്ക് ദിഗംബരൻ കയറുന്നതായിട്ടുള്ള രംഗങ്ങളെല്ലാം എടുത്തിരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ദിഗംബരൻ്റെ ശിവക്കാവ്. ദിഗംബരൻ്റെ ശിവക്കാവിൽ ഇതൊക്കെ കണ്ടോ, ഭയങ്കര ഭീകരതയാണ്. ഒരു ഭീകരാന്തരീക്ഷം എന്ന് തന്നെ പറയാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ വെളിച്ചവും കാറ്റൊന്നും ഇല്ലാണ്ട് ഭയങ്കര ഒരു നട്ടുച്ചയ്ക്ക് വന്നാലും ഇവിടെ ഒരു ഇരുട്ടായ ഫീലാണ്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് മുകളിലേക്ക് കയറാം അല്ലേ, ഇത്രയും ഇറങ്ങിയിട്ടോ താഴെ. അപ്പോൾ നമ്മളങ്ങനെ ശിവക്കാവൊക്കെ കണ്ടു. ശിവക്കാവൊക്കെ കണ്ടിങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ
ഒരു പഴയ ടോയ്ലറ്റ്, പണ്ട് കാലത്തൊരു ടോയ്ലറ്റ്, ആ വീഡിയോയിൽ കണ്ടവർക്കറിയാം, പണ്ട് കാലത്തൊരു ടോയ്ലറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അത് അന്ന് നല്ലൊരു കണ്ടീഷനിലായിരുന്നു കേട്ടോ, മേൽക്കൂരയൊക്കെ വെച്ച് പഴയ ടോയ്ലറ്റ്, ഒരു 60 വർഷത്തോളം പഴക്കമുള്ള ഒരു ടോയ്ലറ്റാണത്. പണ്ടത്തെ ആൾക്കാർ ടോയ്ലറ്റിൽ പോകാൻ ഇതാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ ഇന്ന് ഇടിഞ്ഞു വീണു കേട്ടോ. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഉള്ള സ്ട്രക്ചറല്ല കണ്ടോ. നമ്മൾ കാലം പോകും തോറും ഓരോ സംഭവങ്ങളെല്ലാം അങ്ങനെ നശിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇത് കണ്ടോ, 2 ടോയ്ലറ്റിൻ്റെ കുഴികളാണിത്. ഇത് കണ്ടോ, പണ്ടത്തെ ടോയ്ലറ്റ്, പണ്ടത്തെ ആൾക്കാർ ടോയ്ലറ്റ് പോയിട്ടായിരുന്നു ഇങ്ങനെയൊക്കെയാണ് കണ്ടോ, പഴയ. അതൊക്കെ ഇപ്പം ഒന്ന് നശിച്ചു പോയി. പക്ഷേ അന്ന് വീണിരിക്കുക, ഇതിപ്പോൾ വീണതാണ് സംഭവം. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് കണ്ടത്. ഞാൻ JP ഏട്ടനോട് ചോദിച്ചു ഇത് എവിടെ, അന്ന് നമ്മളെടുത്ത ടോയ്ലറ്റ് ചോദിച്ചപ്പോഴേക്കും അത് ഇടിഞ്ഞു വീണിരിക്കുന്നു സംഭവം. അപ്പോൾ അതിൻ്റെ രൂപം ഇങ്ങനെയായി. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ചിറ്റടിയത്ത് മനയും കാഴ്ചകളും ഒക്കെ നമുക്ക് അജൂസ് വേൾഡിന് കാണിച്ചു കൊടുക്കാൻ പറ്റി അല്ലേ അജുവേട്ടൻ എങ്ങനെയുണ്ടായിരുന്നു കാഴ്ചകൾ? കാഴ്ചകളൊക്കെ ഗംഭീരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ സരിതോട് ചോദിക്കുക, ഞാൻ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, സരിതേച്ചി എങ്ങനെയുണ്ടായിരുന്നു? സരിതേച്ചി പണ്ട വന്നത് ഇങ്ങോട്ട്, എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒറ്റയ്ക്ക് വരണം ഈ ആ വഴി കൂടെ. ആ വഴി കൂടെ മാത്രമല്ല, ഇതിന്റെ ഉള്ളിൽ കൂടെ ഒറ്റയ്ക്ക് നടന്നാൽ എങ്ങനെ ഉണ്ടാവുന്നേ. ഇത് സംഭവം നമ്മളെല്ലാവരും ഒരുമിച്ച് നടക്കുമ്പോ അത്രയ്ക്ക് അങ്ങോട്ട് ഭീകരത തോന്നുന്നില്ല. പക്ഷേ ഇത് മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ചെടികളൊക്കെ ഉണ്ടാവും, ഇരുട്ടും കുറച്ചും കൂടി ഉണ്ടാവും. ഇത് കുറച്ചും കൂടി തിക്കായിരിക്കും ഇലകളൊക്കെ. അതെ, അത് വല്ലാത്തൊരു അന്തരീക്ഷമാണ്. ഞാനത് കഴിഞ്ഞ തവണ വന്നപ്പോൾ എനിക്ക് വല്ലാത്ത ഫീൽ ചെയ്തു. അല്ലേ JP? നമുക്ക് കഴിഞ്ഞ തവണ വന്നപ്പോൾ നല്ല ഫീലായിരുന്നു. ഇത് നമുക്ക് പറയാൻ വാക്കുകളിൽ, ഇതിലൂടെ കണ്ട് തന്നെ മനസ്സിലാവണം, വന്ന് അനുഭവിച്ചറിയണം തന്നെ. അങ്ങനത്തെ ഒരു ഫീലാണ് ഈ കാവും കുളവും ഒക്കെ. ഭയങ്കരമാണ് കേട്ടോ ഇവിടുത്തെ ഒരു ആംബിയൻസ്. ഞങ്ങൾ ആദ്യം വന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെ എൻട്രൻസ് ഇവിടെയാണ്, അതും കൂടി ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ചിറ്റടിയത്ത് മനയുടെ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത്. ഇവിടെയാണ് ഇതുണ്ടോ, ആഹാ എന്ത് ആ പഴയൊരു പടിപ്പര. ഇത് കണ്ടോ, ഈ പടിപ്പര പണ്ടുണ്ടായിരുന്നു, അതിപ്പോൾ വീണ് പോയതാണെന്നാണ് പറഞ്ഞത്. ഈ മനയിൽ പ്രത്യേകത അതാണ്. എപ്പോഴും ഞാൻ പറയുന്നു, പൊളിച്ചു കളയുക എന്നുള്ളൊരു സംഭവം ഇല്ല അവിടെ. ഒന്നുമില്ലെങ്കിൽ തനിയെ വീഴണം, അല്ലെങ്കിൽ തനിയെ നശിച്ച് എങ്ങനെയെങ്കിലും പോകണം, അങ്ങനെയൊക്കെ ഉള്ളൂ കണ്ടോ. അപ്പോൾ നമ്മളിത് പുറത്തേക്ക് ഇറങ്ങി നമ്മളപ്പോൾ മനയുടെ ഫ്രണ്ടിൽ വന്നു. ഇതാണ് മനയുടെ ഫ്രണ്ട് പോർഷൻ. നമ്മൾ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ടാണ് എടുത്തത് ഈ മന കണ്ടോ. ഇത് നമ്മുടെ ഈ ഒരു സ്പോട്ട് തന്നെയാണ് അനന്തൻ നമ്മുടെ അതിൽ ഭദ്രയുടെ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നു. ക്യാമറയിൽ വീഡിയോ ഒക്കെ എടുത്തിട്ട് ആന നിൽക്കും, ഇവിടെ ആന നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് ഭദ്രയും കൂട്ടുകാരിയും കൂടി ഒരു സംസാരവും, പിന്നെ കൊച്ചിനീഫിക്ക വന്നിട്ട് കൊച്ചിനീഫിക്കോടുള്ളൊരു സംസാരമൊക്കെ അനന്തഭദ്രത്തിൽ എടുത്തത് ഇവിടെയാണ്. അതൊക്കെ അന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നോസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു പ്ലേസിൽ ആദ്യം പിന്നെയും നമ്മൾ അജൂസ് വേൾഡിനെ കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു ഫീൽ കിട്ടും. അതിൽ കൂടെ നമുക്ക് നടക്കുമ്പോൾ തന്നെ എത്ര കണ്ടാലും മതി വരാത്ത ആ പഴമയുള്ള കാഴ്ചകൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇതാണ്. അപ്പോൾ എന്തായാലും സരിതേച്ചി പറഞ്ഞിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത്. ഇല്ലെങ്കിൽ നമ്മളിങ്ങോട്ട് ഇതിനായിട്ട് വരില്ല. നമ്മളെന്തായാലും അപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്യാലോ എന്ന് വിചാരിച്ചു, എല്ലാം ഒന്നും നമുക്ക് കാണിക്കാലോ എന്ന് വിചാരിച്ചു. ഇതുണ്ടോ, അജുവേട്ടനെ എടുക്കുന്ന തിരക്കിലാണ്, ഷൂട്ട് ചെയ്യുന്ന തിരക്കിലാണ്. ജഗ്ഗു ഉണ്ട് കേട്ടോ, ജഗ്ഗു എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ട്രിപ്പ്? ഇഷ്ടപ്പെട്ടോ? ശരി, ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഈ ചിറ്റടിയത്ത് കാഴ്ചകളുണ്ടാവും. പഴയ മന ഒന്നുകൂടി ഞാൻ അങ്ങോട്ട് പോയി കാണിച്ചു തരാം. ഇതുണ്ടോ, പഴയ മരം കൊണ്ടുണ്ടാക്കിയ ഒരു നിർമ്മിതി ഇന്നും അതെ അവർ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് കണ്ടോ. ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു മനസ്സിനൊരു ഇതാണ്, എന്താ പറയുക, ഒരു പഴയ ഒരു നമ്മുടെ നാടിൻ്റെ ആ നിർമ്മിതികളുമൊക്കെ നമുക്ക് മനസ്സിലേക്ക് വരും. പഴമ നമ്മളെന്നും നിലനിർത്തി കൊണ്ടുപോകുന്നത് എന്തിനാണെന്നുള്ള ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് വരും. എന്താ വെച്ചാൽ അത്രയും പണ്ടത്തെ കാലത്ത് നമ്മൾ മനുഷ്യന്മാർ പണിയെടുക്കുന്ന പോലെയല്ല ഇന്നത്തെ കാലത്ത് പണിയെടുക്കുന്നത്. അന്നത്തെ കാലത്ത് പണിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഈ നിർമ്മിതികൾ കണ്ടാൽ തന്നെ മനസ്സിലാവും നമുക്ക്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഈ പഴയ മനകളും ഇല്ലങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നത്, പണ്ടത്തെ ആളുകളുടെ അധ്വാനം. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ, അതായത് ചിറ്റടിയത്ത് മനയത്തെ കാഴ്ചകൾ കേട്ടോ. അപ്പോൾ അജുവേട്ടൻ പോവല്ലേ? എന്താ സരിതേച്ചി, എല്ലാം അടിപൊളിയല്ലേ? സംഭവങ്ങളൊക്കെ ഓക്കെ അല്ലേ? പാലക്കാട് വന്നിട്ട്
എല്ലാ ഇനിയും ഇതുപോലത്തെ എനിക്ക് ഇനി കാണേണ്ടത് ഈ ഇതിപ്പോ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ലല്ലോ, നമുക്ക് ചുറ്റുഭാഗമല്ല കാണാൻ പറ്റും. അതെ അതെ അതെ. ഇനി ഇങ്ങനത്തെ മനകളുടെ ഉള്ളിലേക്ക് കയറാൻ പറ്റും. അത് നമുക്ക് നോക്കാം, സെറ്റാക്കാം എന്തായാലും. വരിക്കാശ്ശേരി മല ഉള്ളിലേക്ക് പോവാം. വരിക്കാശ്ശേരി മല എന്താണോ കൊറേ സിനിമകൾ കണ്ടാന്ന് തോന്നുന്നുണ്ട്. അത് അത്രയ്ക്ക് അതെല്ലാവരും പോകുന്നല്ലേ. കൂടുതൽ ആളുകൾ കാണാത്തത് ഒരു മന കാണിക്കാനുള്ള താല്പര്യം. അപ്പോൾ നമ്മളെന്തായാലും ചിറ്റടിയത്ത് മനയുടെ ഫ്രണ്ടിലോട്ട് വന്നു. അപ്പോൾ എന്തായാലും ഈ വീഡിയോ അജുവേട്ടനും സരിതേച്ചിയും ജയപ്പേട്ടനും എല്ലാവരും കൂടിയുള്ള വീഡിയോ വളരെ നല്ലൊരു എൻജോയ് ചെയ്തു. ഞാനും വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ വീണ്ടും നമ്മുടെ അനന്തപദ്രം ലൊക്കേഷനിലേക്ക് വന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഒപ്പം തന്നെ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക, എല്ലാ സംഭവങ്ങളും ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലൻ ലൊക്കേഷൻ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.